നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. UAE പാസ്പോർട്ട് ലോകത്ത് 8ാമത്. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2025 പ്രകാരം UAE പാസ്പോർട്ട് ലോകത്ത് 8ാമത്. 183 രാജ്യങ്ങളിലേക്കുള്ള വിസ ഫ്രീ പ്രവേശനം അനുവദിച്ചുള്ള മികച്ച അറബ് പാസ്പോർട്ടാണിത്. GCC ഇ സ്പോർട്സ് ലീഗ് 2ാം റൗണ്ട് റിയാദിൽ തുടങ്ങി. റിയാദിൽ നടന്ന GCC ഇ സ്പോർട്സ് ലീഗിന്റെ 2ാം റൗണ്ട് ജെനിസിസ് മിഡിൽ ഈസ്റ്റ് നെറ്റ്വർക്കിന്റെ സഹകരണത്തോടെ തുടങ്ങി. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രോ ഗെയിമർമാർ പങ്കെടുത്തു. GCC സംയുക്ത ടൂറിസ്റ്റ് വിസയ്ക്ക് പിന്തുണ. UAE, സൗദി, ഖത്തർ, കുവൈറ്റ്, ഒമാൻ, ബഹ്റൈൻ എന്നിവ ചേർത്ത് ഷെങ്കൻ മാതൃകയിൽ ഒരു സിംഗിൾ ടൂറിസ്റ്റ് വിസ പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചു. ഖത്തർ വിദേശകാര്യ വക്താവ് ബ്രിട്ടനിൽ പാനൽ ചർച്ചയിൽ. ഖത്തർ വിദേശകാര്യ വക്താവ് മജീദ് അൽ അൻസാരി കാംബ്രിഡ്ജിൽ നടന്ന GCC കോൺഫറൻസിൽ പങ്കെടുത്തു. മേഖലാ സുരക്ഷ, മനുഷ്യാവകാശം തുടങ്ങിയ വിഷയങ്ങളിൽ ആശയവിനിമയം നടത്തി. PwC ക്വാർട്ടർ 2 റിപ്പോർട്ട് പ്രകാരം GCC നികുതി വ്യവസ്ഥകളിൽ മാറ്റങ്ങൾ. GCCയിലെ നികുതി, കസ്റ്റംസ്, വാറ്റ് നിയമങ്ങളിൽ നടന്ന മാറ്റങ്ങൾ സംബന്ധിച്ച് PwC മിഡിൽ ഈസ്റ്റ് പുതിയ റിപ്പോർട്ട് പുറത്തിറക്കി. UAE, ജോർദാൻ CEPA കരാറും ഉൾപ്പെട്ടു. അബുദാബിയും ദുബായും ലോകത്തിലെ ടാക്സ് സൗഹൃദ നഗരങ്ങൾ. ടാക്സ് ഫ്രണ്ട്ലി സിറ്റീസ് ഇൻഡെക്സ് 2025 പ്രകാരം GCC നഗരങ്ങളായ അബുദാബിയും ദുബായും ലോകത്തിലെ ഏറ്റവും നല്ല നികുതി സൗഹൃദ നഗരങ്ങളിൽ പെട്ടതായി പ്രഖ്യാപനം. ഗൾഫ് റെയിൽവേ പദ്ധതി 2030 പൂർത്തിയാകും. GCC രാജ്യങ്ങളെ റെയിൽ വഴി ബന്ധിപ്പിക്കുന്ന 2177 കിലോമീറ്റർ ദൈർഘ്യമുള്ള 2030 പ്രവർത്തനക്ഷമമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. UAEയിൽ ക്രിമിനൽ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന് പുതിയ ഫീസ്. ആഭ്യന്തര ഉപയോഗത്തിന് 50 ദിർഹം, അന്താരാഷ്ട്ര ഉപയോഗത്തിന് 100 ദിർഹം, മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ് സ്ഥിരീകരണത്തിന് 300 ദിർഹം എന്നിങ്ങനെ പുതുക്കിയ നിരക്കുകൾ പ്രഖ്യാപിച്ചു. ട്രാഫിക് ആഴ്ചയ്ക്ക് തുടക്കം. ഡ്രൈവ് ഫോണില്ലാതെ. GCC രാജ്യങ്ങൾ സംയുക്തമായി ട്രാഫിക് അവബോധം ഉയർത്തുന്ന ഡ്രൈവിംഗ് വിത്തൌട്ട് ഫോൺ ക്യാമ്പയിൻ ആരംഭിച്ചു. UAE, ഖത്തർ, കുവൈറ്റ് എന്നിവർ പങ്കെടുത്തു. ഡീപ് ഫേക്ക്, നകലി സൂം സ്കാം കൂടുതൽ സജീവം. ദുബായ് പോലുള്ള നഗരങ്ങളിൽ ഡീപ് ഫേക്ക് ടെക്നോളജിയും നകലി സൂം അഭിമുഖങ്ങളും വഴിയായുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ കണ്ടെത്തി. ഭരണകൂടങ്ങൾ ജാഗ്രത അറിയിച്ചു. UAEയിൽ ആരോഗ്യ നിയമങ്ങൾ പുതുക്കി. ഡിജിറ്റൽ ഹെൽത്ത്, ഓൺലൈൻ റിസ്ക് മാനേജ്മെന്റ്, ആശുപത്രി ലൈസൻസിംഗ് തുടങ്ങിയവയിൽ പുതുമയുള്ള നിയമങ്ങൾ നടപ്പിലാക്കി. ഖത്തർ തൊഴിൽ പരിഷ്കരണ പദ്ധതികൾ പ്രഖ്യാപിച്ചു. തൊഴിൽ വിസ, കുടിയേറ്റ സേവനങ്ങൾ, തൊഴിൽ മാർക്കറ്റ് നിരീക്ഷണം എന്നിവയുമായി ബന്ധപ്പെട്ട പുതിയ പരിഷ്കരണങ്ങൾ ഖത്തർ സർക്കാർ പ്രഖ്യാപിച്ചു. ദുബായ് ഡിജിറ്റൽ സേവനങ്ങൾ നവീകരിച്ചു. വാഹന രജിസ്ട്രേഷൻ മുതൽ ഫാമിലി വിസ പുനർനവീകരണം വരെ മൊബൈൽ ആപ്പ് വഴിയുള്ള സേവനങ്ങൾ കൂടുതൽ സുതാര്യവും വേഗത്തിലുമാക്കി. GCC ഓഹരി വിപണിയിൽ സമകാലീനമായി മുന്നേറുന്നു. ജൂലൈ 23-ന് DFM, തദാവുൽ, QE എന്നിവയിൽ സ്ഥിരതയും ചില ഓഹരികളിൽ നേട്ടവും ഉണ്ടായി. ആഗോള വിപണിയിലെ സ്ഥിരത സഹായകമായി. കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.